ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇടയ്ക്ക് പറയുന്ന ഒരു സംഭവമുണ്ട്. എൻ്റെ ദൈവം, എത്ര പെട്ടെന്ന് സമയം പോണേ. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളും മാസങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. 2026 കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ 2027 അല്ലേ? ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതെ, സമയവും നമ്മുടെ ജീവിതം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും, അല്ലേ? ആലോചിച്ച് നോക്കിയേ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലിസ്റ്റ് ഓഫ് തിങ്സ് ചെയ്ത് തീർക്കാനുണ്ട്. ഒന്ന് കഴിയുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ അടുത്തത്, അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മുടെ ലൈഫിൽ വരുന്ന വളരെ കുട്ടിയായിട്ടുള്ള സന്തോഷങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യാനും അതൊക്കെ ഫീൽ ചെയ്യാനും നമ്മൾ മറന്നു പോകാറുണ്ട്, അല്ലേ? എനിക്ക് ജാപ്പനീസിൻ്റെ ലൈഫ് സ്റ്റൈൽ, അവരുടെ കോൺസെപ്റ്റ്, തോട്ട്സ്, അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് സ്ലോ ലിവിങ് എന്ന് പറയുന്നത്. ഈ സ്ലോ ലിവിങ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അവർ കംപ്ലീറ്റ് പറയുന്നില്ല, പ്രത്യേകിച്ചും പണ്ടത്തെ ആൾക്കാരാണ്. ഇപ്പോഴത്തെ ആൾക്കാർ നമ്മളെപ്പോലൊക്കെ തന്നെ ബിസി ഷെഡ്യൂളൊക്കെ ഉള്ള ആൾക്കാർ തന്നെ ഇരിക്കുമായിരിക്കും. അപ്പോൾ അവർ സ്ലോ ലിവിങ് എന്ന് പറയുമ്പോൾ അവരവരുടെ ലൈഫിൽ വളരെ കുഞ്ഞു കാര്യങ്ങൾ പോലും അതറിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് അതിൽ മുഴുകി എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന, അതായത് എനിക്കിപ്പോൾ ഒരു കോടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവർക്കില്ല. ഒരു ദിവസം രാവിലെ അവർ എഴുന്നേറ്റിട്ട് അവർ കുടിക്കുന്ന ഒരു കപ്പ് കാപ്പി, ആ ചായ കാപ്പി വോട്ടെവർ, അതിലെന്തെന്നെയാണെന്നുണ്ടെങ്കിലും അത് ഉണ്ടാക്കുന്ന ആ ഒരു മൊമെൻറ്റ്, അത് ചായ കുടിക്കുന്ന ആ ഒരു മൊമെൻ്റൊക്കെ അവർ വളരെയധികം എൻജോയ് ചെയ്ത് സന്തോഷത്തോടു കൂടിയാണ് കുടിക്കുന്നത്. നമ്മളിപ്പം ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് ഇൻ ദ സെൻസ് സെമിനാർ അങ്ങനത്തെയൊക്കെ പോകുമ്പോൾ നമുക്ക് ടീ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി നമുക്ക് വരാറുണ്ട്. പക്ഷെ സീരിയസ്ലി അത് ശരിക്കും ഒരു ബ്രേക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഒരു കുറേ ക്ലാസ്സിൻ്റെ ഇടയിൽ നമുക്ക് ടീ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ലൈക്ക് ആ ഒരു വ്യൂവിലല്ല ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ടീ ബ്രേക്കിൻ്റെ അവിടെ ടീ മാത്രമേ നടക്കുന്നുള്ളൂ, ബ്രേക്ക് നടക്കാറില്ല. ജാപ്പനീസ് കോൺസെപ്റ്റിൽ അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ, ഞാൻ അവരുടെ ടീ സെറിമണിയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് അവർക്ക് വലിയൊരു സെറിമണി പോലെ തന്നെ വലിയൊരു ചടങ്ങാണ്. ആ ചായ ഉണ്ടാക്കുന്നതും ആ ചായ കുടിക്കുന്നതും ഒക്കെ അവർ അതിൽ മാത്രം ഇൻവോൾവ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ആ സമയത്ത് അവർ ഫോൺ നോക്കുകയോ ടി വി കാണുകയോ ബുക്ക് വായിക്കുകയോ വേറൊന്നും അവർ ചെയ്യില്ല. അപ്പോൾ ശരിക്കും നമ്മൾക്കൊക്കെ പറഞ്ഞാൽ, നമ്മൾ ചായ കുടിക്കും ഡെയിലി. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ ചായ കുടിക്കും, വൈകുന്നേരം ഒരു ചായ കുടിക്കും. നമ്മൾക്കത് ബ്രേക്കിനൊന്നുമല്ല, നമ്മൾ ചെറുതിലേ മുതൽ ശീലിച്ച ഒരു സാധനം, അതുകൊണ്ട് നമുക്കത് നിർത്താൻ പറ്റുന്നില്ല. ഒരുപാട് പേർക്ക്, ഞാനടക്കം ചായ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. സോ അതുകൊണ്ട് നമുക്കത് നിർത്താൻ പറ്റുന്നില്ല. ഇവർക്ക് പക്ഷേ ചായ എന്ന് പറയുന്നത് ഒരു ശീലമല്ല, ലിറ്ററലി അവർക്ക് ചായ എന്ന് പറയുന്നത് ഒരു ടീ ബ്രേക്ക് തന്നെയാണ്. കാരണം ആ ഒരു സമയത്ത് അവർ ജോലിയുടെ ഇടയിൽ കുറച്ച് നേരം എടുക്കുന്നു, അവർ ചായ കുടിക്കും. അവർ നമ്മളെപ്പോലത്തെ ചായ ഒന്നുമല്ല കേട്ടോ, മാച്ച പിന്നെന്തൊക്കെയാണ് ഗ്രീൻ ടീ അങ്ങനെ എന്തൊക്കെയാണ് അവർ കുടിക്കുന്നത്. അപ്പോൾ അവർ ഒരുപാട് നേരത്തെ ഹെക്ടിക് വർക്കുകൾക്ക് ശേഷം നമ്മൾ ടീ ബ്രേക്ക് എടുക്കും. പക്ഷെ നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫോൺ തോണ്ടുന്നുണ്ടായിരിക്കും, അത് മറ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ കുറേ സംഗതികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നാളെ നിങ്ങൾ ചായ കുടിക്കുന്ന സമയത്തുണ്ടല്ലോ, വേറെ ഒന്നും ചെയ്യാതെ ആ കപ്പ് ചായയായിട്ട് എവിടെയെങ്കിലും പോയി സമാധാനത്തിലിരുന്നിട്ട് ഓരോ സിപ്പ് എടുക്കുമ്പോഴും അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് എന്താണെന്ന് എൻജോയ് ചെയ്ത് ഫീൽ ചെയ്തിട്ട് നിങ്ങളൊന്ന് കുടിച്ചു നോക്കി. സീരിയസ്ലി അടിപൊളിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ദിവസങ്ങളും വർഷങ്ങളും മാസങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിനനുസരിച്ചിട്ട് ഓടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നമ്മളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് നോക്കി. നാളെ മുതൽ നിങ്ങൾ ഇങ്ങനെ ധൃതിപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ വെപ്രാളപ്പെട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇൻറ്റൻഷനലി ഒന്ന് മനഃപൂർവ്വമായിട്ട് പതിയെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി. ആ ചെയ്യുന്ന സംഗതി നമ്മൾ പലവരും ഇതുപോലെ ഫുൾ ബിസിയാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ശീലിച്ചിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടാവും. എഴുന്നേൽക്കുന്നു, നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിറവേറ്റിയിട്ട് കിച്ചണിലോട്ട് കയറുന്നു, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ക്ലീനിങ്, കുക്കിംഗ്, അല്ലെ ഷേവോ, അങ്ങനത്തെ ഒരുപാട് സംഗതികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനസ്സിൽ ഫീൽ ചെയ്തിട്ട് ഓരോ ജോലിയും എൻജോയ് ചെയ്തിട്ട് എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. ഞാനടക്കം ഒരുപാട് പേര് ഓക്കെ നമുക്കിത് ചെയ്യണം, പിന്നെ ഇത് നമ്മൾ കുറച്ച് നാളായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മളതിൽ കുറച്ച് എക്സ്പീരിയൻസ് ആയി. അപ്പോൾ അതുകൊണ്ട് ഒരു സത്യം പറഞ്ഞ ഒരു റോബോട്ട് പോലെ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീരിയസ്ലി ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു എൻ്റെ ലൈഫ് ശരിക്കും ഒരു റോബോട്ടിക് ലൈഫാണെന്നുള്ളത്. കാരണം അതങ്ങനെ തന്നെയായിരുന്നു. രാവിലെ ഒരു 5 മണി 5:30 ആകുമ്പോൾ എഴുന്നേൽക്കുന്നു, എന്തെങ്കിലുമൊക്കെ വേഗം
ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങൾ ഇതാക്കുന്നു, റെഡിയാക്കുന്നു, 7:30 ആകുമ്പോഴത്തേക്ക് ഓഫീസിലേക്ക് പോകുന്നു. പിന്നെ ഓഫീസിൽ കുറേ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ. പിന്നെ 5:30, 6 മണിയാകുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു, വീടെത്തുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 7:30, 8 മണിയാവുന്നു. പിന്നെ കുക്കിംഗ് എന്തൊക്കെയോ ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, കുളിക്കുന്നു, കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം സെയിം പ്രോസസ്സ് തന്നെ. ഇത് ഞാൻ ഒന്നും ആസ്വദിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ആ സമയത്തൊക്കെ. ഇതിപ്പം പിന്നെ എന്താ പറയുക, ഇപ്പം കുറച്ചും കൂടെ സമയം ഉള്ളത് കൊണ്ടാണെന്ന് നിങ്ങൾ പറയും. അതെ, ഇതിപ്പോൾ എല്ലാം ഞാനിങ്ങനെ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചായ കുടിക്കുന്ന ആ ഒരു പ്രോസസ്സെങ്കിലും ഇതേപോലെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഓക്കെ, നമ്മൾ അല്ലാത്തപ്പോൾ വെച്ചാൽ നമ്മൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും നമുക്കൊന്നും ആസ്വദിച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചെയ്യുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതിലൊന്നും മുഴുകി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പൂർണ്ണ ബോധ്യത്തോടുകൂടെ, ഈവൻ നമ്മൾ എന്തെങ്കിലും ഒരു പച്ചക്കറി അരിയുന്നതാണെങ്കിൽ പോലും അതിൽ ഈ പലപ്പോഴും എനിക്ക് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് കയ്യിൽ മുറിവും പൊള്ളലും ഒക്കെ പറ്റാറുണ്ട്. അതെന്തുകൊണ്ടാണ്? എൻ്റെ മനസ്സ് വേറെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇളക്കുന്ന സമയത്ത്, പച്ചക്കറി അരിയുന്ന സമയത്തൊക്കെ എന്തൊക്കെയോ ചിന്തിച്ച്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ മനസ്സ് വേറെ എവിടെയോ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് കിച്ചണിൽ ഈ കുറേയൊക്കെ അപകടങ്ങളൊക്കെ വരണത് അല്ലേ. പക്ഷെ അതേസമയം നമ്മൾ പച്ചക്കറി അരിയുമ്പം ആ അരിയുന്നതിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും മറ്റേ സ്റ്റൗവിൽ ചെയ്യുമ്പം അതിലിങ്ങനെ ചെയ്ത് ആസ്വദിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറേയൊക്കെ അടിപൊളിയല്ലേ. ഞാൻ എന്താ പറയണതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏട്ടൻ്റെ ഓഫ് ഡേ മുന്നേ ഇരുന്നപ്പം എൻ്റെ ഓഫ് ഡേ, അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ഓഫ് ഡേ പോലെ എനിക്ക് വർക്കിംഗ് ഡേ എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. ഏട്ടൻ്റെ ഒരു മാനേജർ ഉണ്ട് കേട്ടോ. ആളുടെ അടുത്തുനിന്ന് ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ നല്ലൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ഇതാണ്. ആൾക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതിയേ ഇല്ല. ആൾ ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന എല്ലാ കാര്യമാണെന്നുണ്ടെങ്കിലും അത് വളരെയധികം എൻജോയ് ചെയ്ത് ആസ്വദിച്ച് അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് വർക്കിംഗ് ഡേ ആണെന്നുണ്ടെങ്കിലും ആൾ അടിപൊളിയായിട്ട് ഫുൾ ഓൺ പവറിൽ ഹാപ്പി ആയിട്ട് അവിടെ വന്ന് ജോലി ചെയ്യും. അത് കഴിഞ്ഞ് ഓഫ് ഡേ ആണെന്നുണ്ടെങ്കിലോ അതും ആൾ മാക്സിമം എൻജോയ് ചെയ്യും. ഞാനൊക്കെ പറഞ്ഞാൽ ഏട്ടൻ്റെ ഓഫ് ഡേ തീരാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉള്ളി കിടന്നിട്ടൊരു സംഭവമാണ്. എത്ര പെട്ടെന്ന് ഓഫ് ഡേ തീർന്ന്, ഇനിയിപ്പോൾ 6 ദിവസം വെയിറ്റ് ചെയ്യണമല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. ആൾക്ക് അങ്ങനെ ഇല്ല കേട്ടോ. കാരണം ഇതാണ്, അപ്പോൾ ഏട്ടൻ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് കണ്ട് ഏട്ടനും ഇതൊക്കെ പഠിച്ചു തുടങ്ങി. നമ്മളും ആരുടെങ്കിലും അടുത്ത് നിന്ന് നല്ല നല്ല ശീലങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കണം എന്നല്ലേ. അപ്പോൾ ഇപ്പോഴും ഞാൻ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ സാധാരണ ജീവിതത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇതേപോലെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ ഒരു ഓഫ് ഡേ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈഗേർലി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അതാവട്ടെ, അപ്പം എനിക്ക് സന്തോഷിക്കണമല്ലോ കുറേ, എനിക്ക് അടുത്ത ദിവസം വെക്കേഷനാണ് അപ്പോൾ കുറച്ചും കൂടെ കടിച്ചു വിളിക്കാം, കുറച്ചും കൂടെ സന്തോഷമായിട്ടിരിക്കാം, അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ പോലും അത് എൻജോയ് ചെയ്ത് അത് ആസ്വദിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് കുറച്ചും കൂടെയൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട്, കുറച്ചും കൂടെ ഹാപ്പി, അതിലുപരി കുറച്ചും കൂടെ മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.